അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, പഴയ കാലത്ത് ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ കുട്ടിക്കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഴം. കാരണം കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരും ഒത്ത്, അവരവരുടെ കൂട്ടുകാരും ഒത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും കളിക്കാൻ പോകുന്ന സമയത്തും ഒക്കെ അവർ കഴിക്കാൻ ഉപയോഗിച്ചതും കളിക്കാൻ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഴമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല വിളിപ്പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു വള്ളിച്ചെടിയാണ്. ഇത് വേലിയിലൊക്കെ ആണെങ്കിലും പടർത്തിയാണ് അത് വളർത്തിയെടുക്കുന്നത്. തന്നെ വളർന്നു വന്നോളും. കാട്ടിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഒരു കുരു വീണാൽ മതി, അത് നന്നായിട്ട് കിളുത്ത് അങ്ങോട്ട് പടർന്ന് നന്നായിട്ട് പന്തലിച്ച് പൊക്കോളും. അപ്പോൾ ആ പഴം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ മുള്ളൻ പഴം, ഫീൽഡ് പാഷൻ ഫ്രൂട്ട്, പൂച്ചപ്പഴം, അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെയുള്ളവരുണ്ടല്ലോ അതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ മൂക്കട്ടപ്പഴം എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പൂച്ചപ്പഴം അല്ലെങ്കിൽ ഈ മുക്കട്ടപ്പഴം എന്നൊക്കെ പറയുന്ന ഇത് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ വേറൊരു ഇനമാണ് കേട്ടോ. ചെറിയൊരു പാഷൻ ഫ്രൂട്ടാണ്. ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാലും ആ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ പോലെ ജെല്ലി പോലെ ഇതാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പം ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ ആ ഒരു പഴം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ പണ്ട് കാലത്തെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളുടെയൊക്കെ വേലി, അന്ന് മതിലുകളില്ലല്ലോ, എല്ലാം നല്ല വേലികൾ കെട്ടിയിട്ടാണ് അതിൽ തിരിച്ചിടുന്നത്. അപ്പോൾ അതിൽ ആ വേലികളിൽ ചെടികളായിരിക്കും വെച്ചേക്കുന്ന. ചെടികളിൽ ഇങ്ങനെ വേലി പോലെ പടർന്ന് പിടിച്ചിങ്ങനെ നിറയെ കാണും. അത് കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് ആ ഒരു പഴം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു കവറിങ് ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം മുള്ളാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷെ അത് മുള്ളല്ല. ഇതിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ പോലെയാണ് അതിരിക്കുന്നത്. അതിനകത്താണ് അതിൻ്റെ ആ ഒരു കായ് വരുന്നത്. ആ കാ പഴുത്തു വരുന്നതോടുകൂടി അതിൻ്റെ ആ ഒരു കോട്ടൺ പതുക്കെ ഈ ഒരു കവറിങ് നശിച്ചു പോകും. ആ പഴം നമുക്ക് കഴിക്കാനും പറ്റും. കറക്റ്റ് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. കഴിക്കാൻ ഒരു രസമാണ് കേട്ടോ. പണ്ടൊക്കെയുള്ള കഴിച്ചിട്ടുള്ളവർക്കറിയാം. സ്കൂളുകളിൽ പോകുന്ന സമയത്തും കളിക്കാൻ പോകുന്ന സമയത്തും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ കുട്ടികളുമായിട്ട് മത്സരം വെച്ചിട്ട് പഴുത്തത് നോക്കി പറിച്ചെടുക്കണ്ടേ. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരെണ്ണം കിട്ടിയാൽ പോരാ, അടുത്തത് എത്ര എണ്ണം നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പച്ചക്കായാണെങ്കിൽ നമ്മൾ കളിക്കാനൊക്കെ ആയിട്ട് ചെറിയ പന്ത് പോലെയൊക്കെ എറിയാനും കളിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാനേ ഇല്ല. നമ്മൾ എവിടെയൊന്നും നോക്കിയിട്ട് ആ സാധനം ഞങ്ങളുടെ ഭാഗങ്ങളിലൊന്നും നോക്കിയിട്ട് കാണാനില്ലാത്തൊരു, കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളിൽ, വള്ളിച്ചെടികളിലൊക്കെ പോലത്തെ ഒരെണ്ണമാണ് നമ്മുടെ ഈ പൂച്ചപ്പഴം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന പഴം എന്നതിനപ്പുറം ഒരുപാട് ഔഷധ ഗുണങ്ങളും ഇതിന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിൽ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇലകൾ പല സ്ഥലങ്ങളിലും തോരൻ വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. വേറെയുള്ള സ്ഥലങ്ങളിൽ, ജില്ലകളിലൊക്കെ പല ആൾക്കാരും ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കും തോന്നുന്നില്ല. കാരണം ഇപ്പം അങ്ങനെയുള്ള ഇലകളെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അറിവ് കൂടിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള തലമുറകൾക്കൊന്നും അതിനെക്കുറിച്ചൊരു അറിവ് പോലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ പറഞ്ഞു വന്നതെന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞു വന്നതാണ്. അതേപോലെ തന്നെ സ്കിൻ പ്രോബ്ലത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ വിറ്റാമിൻ സി ഇതിനകത്ത് ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ പ്രോബ്ലങ്ങളൊക്കെ, നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങുന്നതൊക്കെ തടയാനും പ്രായം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കണ്ടോ, കറക്റ്റ് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ജെല്ലി വരുന്നത്. അതിനകത്തൊരു വെള്ള കളറാണ്, ഒരു യെല്ലോ കളറിൽ വരും നമ്മുടെ പാഷൻ ഫ്രൂട്ടിനകത്ത്. ഇത് കറക്റ്റ് ഒരു വെള്ള കളറാണ്. ആ ഒരു സീഡൊക്കെ വന്നിട്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. തുള്ളി പോലും പുളിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു ചെടികൾ, ഒരു വള്ളിച്ചെടികൾ പോലും എന്തെങ്കിലും ഒരു ഉപയോഗമില്ലാത്ത ചെടികൾ വളരെ കുറവാണ്. പാഴ്മരം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ആ ഒരു പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഇല കറി വയ്ക്കാൻ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മരുന്നിനായിട്ട് സ്കിൻ പ്രോബ്ലങ്ങൾക്ക് അതിൻ്റെ തൊലി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പാഷൻ ഫ്രൂട്ടും ഇലയും വേരും ഒക്കെ ആയുർവേദത്തിൽ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ലതാണ്. വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ്. നമുക്ക് ഈ ചെറിയ പുളിപ്പും മധുരവും കൂടെ വരുന്ന എല്ലാ ഫ്രൂട്ടുകളിലും തന്നെ നമുക്ക് വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും സ്കിൻ പ്രോബ്ലം ഒരു പരിധിവരെ തടയാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്.
പക്ഷേ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും എന്ത് കാര്യങ്ങളും നമുക്ക് ഓവറായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളാണ് ഇതൊക്കെ. നല്ല നല്ല ഓർമ്മകളിൽ വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കിട്ടാനില്ലാത്ത ഒരു കാര്യമല്ല, നമുക്ക് ഇപ്പോൾ ഒരിക്കലും അനുഭവിക്കാൻ കിട്ടാത്ത കുറേ കാര്യങ്ങളാണ്, നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പൊ ഇതിങ്ങനെ വേലിയിൽ പടർന്നു കിടക്കണം കണ്ടപ്പോഴത്തേക്കും ഇപ്പം നാട്ടിലൊന്നും നോക്കിയിട്ട് കാണാനും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പഴം ഇങ്ങനെ നിറയെ ഉണ്ടായി കിടക്കണം കണ്ടപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഈ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ഒരു പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരു 80-90 കിഡ്സിനോട് ചോദിക്കുന്നില്ല, കാരണം അവർ ഉറപ്പായിട്ടും ഈ ഒരു പഴം കഴിച്ചിട്ടുണ്ടാവും, അതിന്റെ ആ ഒരു നൊസ്റ്റാൾജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലത്തെ വെറൈറ്റികളുമായിട്ട് വീണ്ടും വരും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.